Hello friends, welcome to my new video. ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ബസ്സിൽ കയറി എങ്ങോട്ട് പോകുന്നതല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു ലെറ്റർ വന്നു ഒരു ദിവസം. അപ്പോൾ ആ ലെറ്റർ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്താണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെറ്റർ ആയിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾക്കൊരു ദിവസം ഞങ്ങൾ ലെറ്റർ ബോക്സിൽ നിന്ന് ലെറ്റേഴ്സൊക്കെ എടുത്ത് വരികയാണ്. അങ്ങനെ നോക്കുമ്പം ഒരു ലെറ്റർ ഇച്ചായന് വന്നിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ എന്താണ്, അതിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പെർട്ടിക്കുലർ വേർഡാണ് സമ്മൺസ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ലെറ്ററിലുള്ളത്. സമ്മൺസ് എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടെ ഇതെന്താണാവോ ദൈവമേ, ഇനി എന്ത് പുലിവാലാണാവോ എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പം HM കൊറോണേഴ്സ് ഓഫീസിൽ നിന്നുള്ളതാണ്. അപ്പം സംതിങ് റിലേറ്റഡ് ടു കോർട്ട്. ദൈവമേ, ഇനി കോടതി കയറേണ്ടി വരുമോ, അങ്ങനത്തെ പുലിവാലയുള്ള പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ടായി. പിന്നെ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്കാം ആയിട്ടുള്ള സംഭവമായിരിക്കും. കാരണം ഇതുപോലത്തെ ഒരുപാട് സ്കാം സംഭവങ്ങൾ ലെറ്റേഴ്സൊക്കെ ആളുകൾക്ക് വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ട് പരിചയമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ലെറ്റർ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ച് നോക്കിയപ്പോഴാണ് സമൺസ് എന്ന് പറയുന്നത് എന്തിനുള്ള സമൺസാണ്, സമൺസ് ടു ജൂററാണ്. അതായത് ഇവിടത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിക് ഡ്യൂട്ടിയാണ് ജൂറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജൂറി ഡ്യൂട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമൺസ് ലെറ്ററാണ് ഇച്ചാൻ്റെ പേരിൽ വന്നത്. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ വന്നിട്ട് 2 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 2 വർഷം എന്ന് പറയുന്നതിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ലോസ്, അല്ലെങ്കിൽ ഈ സിവിക് ജൂറി ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത് എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വർഷമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അറിയുന്നതായിരിക്കും ജൂറി ഡ്യൂട്ടി എന്താണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അറിവായിരുന്നു, ഈ ജൂറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിക് ഡ്യൂട്ടിയാണ് ഈ ജൂറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജൂറി ഡ്യൂട്ടിയിൽ നമ്മളെങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്നു എന്ന് ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ഗൂഗിളിലും പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായത്. അതായത് ഇലക്ടോറൽ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ നിന്നും റാൻഡമായിട്ടാണ് ഇങ്ങനെ ജൂറി ഡ്യൂട്ടിക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇത്തവണത്തെ നമ്മുടെ UK ഇലക്ഷൻ നടന്ന് ഗവൺമെൻറ് മാറിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഇലക്ഷനിൽ ഹസ്ബൻഡ് ഇച്ചായനും എന്താ പറയുക ജൂറി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, ജൂറി ഡ്യൂട്ടിക്കല്ല, ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ടോറൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പേര്. അപ്പോൾ അങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതിൽ ഇച്ചായൻ്റെ പേര് പെട്ടതാണ്. അപ്പോൾ എന്തായാലും ജൂറി ഡ്യൂട്ടിക്കുള്ള സമൻസ് വന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ വായിച്ചു നോക്കി. അപ്പം മനസ്സിലായത്, അതായത് ഇതുപോലെ റാൻഡമായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈ ജൂറി ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഡ്യൂട്ടിയാണിത്. ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടി എക്സംഷൻസ് ചില പെർട്ടിക്കുലർ കാര്യങ്ങളിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പം ജൂറി ഡ്യൂട്ടീൻ്റെ ഇത് കിട്ടി. അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഫോമും കിട്ടിയായിരുന്നു. അതായത് ആ ഫോമിൽ ഉള്ളത്, ഈ ഫോമിൻ്റെ ഒപ്പം ഒരു എൻവലപ്പും ഉണ്ട്. ഈ എൻവലപ്പ് നമ്മൾ തിരിച്ചയക്കണം. അഡ്രസ് ഒക്കെ ഓൾറെഡി ഉള്ള ഒരു എൻവലപ്പാണ്. അപ്പം ഈ ഫോം നമുക്കിങ്ങനെ ഒരു ജൂറി ഡ്യൂട്ടീൻ്റെ സമൺസ് പേപ്പർ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിത്തിൻ 7 days നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് തിരിച്ചയച്ചിരിക്കണം. തിരിച്ചയച്ചില്ലെങ്കിൽ അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സം £1000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ലെറ്റർ നമ്മൾ തിരിച്ചയച്ചില്ലെങ്കിൽ. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ തന്നെ അത് ഫില്ല് ചെയ്തിട്ട് തിരിച്ചയക്കണം. അത് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ അവർ ആക്ഷൻ എടുക്കും.
ഞാൻ പറഞ്ഞ ഫൈന് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളത് തിരിച്ചയക്കണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഫോമിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. നെയിം, അഡ്രസ്സ്, ഡീറ്റെയിൽസ്, ഇമെയിൽ ID അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യാനുള്ളൊരു സ്പേസാണ് ആദ്യമുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് യു ആർ ക്വാളിഫൈഡ് ഫോർ ദ ജൂറി ഡ്യൂട്ടി ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ജൂറി ഡ്യൂട്ടിക്ക് ക്വാളിഫൈഡ് ആവുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 18 ഇയേഴ്സ് ആയിട്ടുണ്ടാവണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇലക്ടോറൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് UK മിനിമം 5 വർഷം ആയിട്ടുണ്ടാവണം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. സോ വി ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ജൂറി ഡ്യൂട്ടി. അപ്പോൾ 5 വർഷം ആയാൽ മാത്രമേ ജൂറി ഡ്യൂട്ടിക്ക് ക്വാളിഫൈഡ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൂറി ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ അതിൽ പിന്നെ ആ പോയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ ഫോമിലുള്ളത് ആർ യു ക്വാളിഫൈഡ് ഓർ നോട്ട് എന്നുള്ള, അതിൽ യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഇഫ് നോ, അപ്പം ഞങ്ങൾ നോ ആയിരുന്നല്ലോ, ക്വാളിഫൈഡ് അല്ല. അപ്പം നോ ആണെന്നുണ്ടെങ്കിൽ വാട്ട്സ് ദ എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത്. അപ്പം മോളിൽ കൊടുത്തിരിക്കുന്ന ഏതാണോ നമ്മൾ ഇതല്ലാത്തത് ആ റീസൺ നമ്മളവിടെ എഴുതി കൊടുക്കുക. അപ്പം ഞങ്ങൾ എഴുതി വി ആർ ഹിയർ ഓൺലി 2 years വന്ന ഡേറ്റ് ഒക്കെ വെച്ചിട്ട് അത് അയച്ചു, എഴുതി, റീസൺ എഴുതി. സോ 5 years ആയിട്ടുള്ള, സോ ഓട്ടോമാറ്റിക്കലി വി ആർ ഡിസ്ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോമിൽ ഫില്ല് ചെയ്തു. പിന്നെ നമ്മുടെ സൈൻ ആൻഡ് ഡേറ്റ് എല്ലാം ഇട്ടിട്ട് ഇത് കൊറോണസ് ഓഫീസിലേക്ക് നമ്മൾ തിരിച്ചയച്ചു. അപ്പോൾ തിരിച്ചയക്കണം എന്നുള്ളത് നിർബന്ധം. ഈവൻ ഇഫ് യു ആർ ക്വാളിഫൈഡ് ഓർ നോട്ട്, അപ്പം നിങ്ങൾ ജൂറി ഡ്യൂട്ടിക്ക് ക്വാളിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും ഈ ഫോം നിങ്ങൾ തിരിച്ചയച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫൈൻ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻസ് വരും. സോ പ്ലീസ് ഡു ഇറ്റ്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ജൂറി ഡ്യൂട്ടി സമ്മൻസ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഡിസ്ക്വാളിഫൈഡ് ആയതുകൊണ്ട് നമ്മൾ ജൂറി ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം അതിനെക്കുറിച്ച് പിന്നീടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ പിന്നെയും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ ജൂറി ഡ്യൂട്ടി സംഭവങ്ങളിൽ നടക്കുന്നതെന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. ചിലരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമം 10 days നമ്മൾ ജൂറി ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില കേസ് നമുക്ക് കിട്ടുന്ന കേസ് അനുസരിച്ചിരിക്കും. അപ്പം അത് ഈ ക്രിമിനൽ കേസസ് എന്ത് കേസസ് വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ കൂടിയ കേസസൊക്കെ ആണെങ്കിൽ ചിലപ്പം 10 daysനേക്കാളും കൂടുതൽ ദിവസങ്ങളിൽ ട്രയൽ നടന്നു എന്നിരിക്കാം. അപ്പം എത്ര ദിവസമാണോ ഒരു പെർട്ടിക്കുലർ കേസിലേക്കാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കേസ് എത്ര ദിവസത്തേക്കാണോ ഉള്ളത് അത്രയും ദിവസം നമ്മൾ എന്ത് പോകണം, ഈ ജൂറി ഡ്യൂട്ടിക്ക് കോർട്ടിൽ പോകണം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് എക്സംഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൽനെസ് ഉണ്ടാവണം, പോകാൻ പറ്റാത്ത രീതിയിലുള്ള. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹോളിഡേയ്സ് ഓൾറെഡി ഈ ജൂറി ഡ്യൂട്ടിക്ക് സെലക്ട് ആവുന്നതിന് മുന്നേ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ളതാണെങ്കിൽ എക്സംഷൻ അല്ല, നമുക്ക് ഡേറ്റ് മാറ്റി വയ്ക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആയിട്ട് കിടപ്പ് രോഗി അങ്ങനെയുള്ളവരുണ്ട്, നിങ്ങളത് അവരെ കെയർ ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടാവണം. അങ്ങനെയുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ പേരൻ്റാണ്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 12 months വരെ നിങ്ങൾക്ക് കുട്ടീനെ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് ജൂറി ഡ്യൂട്ടിയിൽ നിന്നുള്ള എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. ഇഫ് യു ആർ ക്വാളിഫൈഡ് ഫോർ ദിസ് ഡ്യൂട്ടി യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഡു ദിസ്. കാരണം അതിൽ നമുക്കൊരു എക്സംഷൻ ഇല്ല എന്നുള്ളതാണ്. അൺലെസ് യു ഹാവ് ഓൾ ദീസ്, ലൈക്ക് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ബി എക്സെപ്റ്റഡ്. അപ്പോൾ ഇതാണ് ജൂറി ഡ്യൂട്ടീൻ്റെ കാര്യം. അപ്പം പിന്നെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞല്ലോ 10 days ആണ് മാക്സിമം. പിന്നെ നിങ്ങൾക്ക് പിന്നെ വരുന്ന കാര്യം ഇതിലെന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ജൂറി ഡ്യൂട്ടിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട
ആൾക്കാരെ ഇന്നൊരു ദിവസം നിങ്ങൾ ഇന്ന കോർട്ടിൽ വരാൻ വേണ്ടി പറയും. അപ്പോൾ ആ കോർട്ടിൽ ചെന്ന് കഴിയുമ്പം ഒരു പെർട്ടിക്കുലർ ഒരു ദിവസം ചിലപ്പോൾ പല ട്രയൽസ് നടക്കുന്നുണ്ടാവും, പല കേസിൻ്റെ ട്രയൽസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒരു കേസിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഈ ജൂറേഴ്സായിട്ട് വന്നിട്ടുള്ളവരുടെ നെയിംസിൽ നിന്ന് റാൻഡമായിട്ടൊരു 12 പേരെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരെ ആ പെർട്ടിക്കുലർ കേസിലേക്ക് ജൂറി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യിക്കും. എന്നിട്ട് നമ്മൾ ജൂററായിട്ട് കയറുകയാണെങ്കിൽ ചെയ്യേണ്ടത്, ഇപ്പം ട്രയൽ നടക്കുമ്പോൾ നമ്മളതെല്ലാം കേൾക്കുന്നു, വളരെ വിശദമായിട്ട് ട്രയൽസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ജൂറേഴ്സിനെ എല്ലാവരെയും കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ റൂമിലേക്ക് മാറ്റും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള 12 ജൂറേഴ്സും ഈ കേട്ട ട്രയലിനെ വെച്ചിട്ട് എന്താ പറയുക, ഡിസ്കസ് ചെയ്യുന്നു, ആ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡിഫെൻഡൻ്റ് ആയിട്ടുള്ള ആൾ ഗിൽറ്റി ആണോ അല്ലയോ എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നു. എല്ലാവരും ഒന്നിച്ചൊരു ഡിസിഷനിൽ എത്തിച്ചേരുന്നവരെ ആ ഡിസ്കഷൻ തുടരും. പിന്നെ ഈ ഡിസിഷൻ പറയാൻ വേണ്ടിയിട്ട് ആ 12 പേരിൽ നിന്ന് ഒരാളെ കോമൺ ആയിട്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ആളാണ് പിന്നെ വീണ്ടും കോർട്ടിലേക്ക് പോയിട്ട് ഈ ജൂറേഴ്സിൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് പറയുന്നത്. അതും കോർട്ടിൽ തിരിച്ച് നമ്മൾ ചെന്ന് കഴിയുമ്പം ജൂറേഴ്സ് ഓരോരുത്തരും പറഞ്ഞ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും അവിടെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ആൻസർ ചെയ്യുക, ഗിൽറ്റി ആണോ അല്ലയോ എന്ന് മാത്രം പറയുക. അത് അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജൂറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജൂറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ കേസിൽ നിങ്ങളെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ കേസിനെ പറ്റി നിങ്ങൾ ആ ജൂറർ സെക്ഷനിലുള്ളവരോട് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾ പുറത്തുള്ള ഒരാളോടോ നിങ്ങളുടെ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ വേറെ ആരോടും ഈ ഒരു കേസിനെ പറ്റി, പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ആരോടും ഈ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനോ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ കേസിനെ പറ്റി നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ജൂറി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. ഇതൊക്കെ എനിക്ക് ബേസിക്കായിട്ട് ജൂറി ഡ്യൂട്ടീനെ പറ്റി അറിയാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആയതുകൊണ്ട് നമ്മൾ ആ ജൂറി ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ പലരുടെയും എക്സ്പീരിയൻസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് എനിക്ക് കിട്ടിയ അറിവാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് കേട്ടോ. പിന്നെ UK ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഉണ്ട് ജൂറി ഡ്യൂട്ടീനെ പറ്റിയിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പം ജൂറി ഡ്യൂട്ടിക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പം ഇതാണ് എനിക്ക് UK വന്നിട്ട് ഏറ്റവും പുതിയതായിട്ട് കിട്ടിയ ഒരു ന്യൂ നോളജ് എന്ന് പറയുന്നത്, അബൌട്ട് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാണ് ജൂറി ഡ്യൂട്ടി. സമൺസ് ടു ജൂറർ എന്ന് കാണുമ്പം ആരും ഞെട്ടണ്ട. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ യു ടു ഗോ ഫോർ എ ജൂറി ഡ്യൂട്ടി. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ജൂറി ഡ്യൂട്ടി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്ന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.